രാജ്യവ്യാപകമായി ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നുവെന്ന് വി ഡി സതീശൻ. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് കേക്കുമായി വന്നതെന്ന് അന്നേ താൻ പറഞ്ഞതാണെന്നും ബിഷപ്പുമാർക്ക് ഇപ്പോൾ നല്ല ബോധ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ, കഴിഞ്ഞ ക്രിസ്മസിനല്ല, 2024 ക്രിസ്മസിനല്ല, 2023 ക്രിസ്മസ് കാലത്ത് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയായിരുന്നു. ഞങ്ങൾ ഇതുപോലെ പത്രസമ്മേളനം നടത്തി. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനയിലെത്തുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഏകദേശം 1.5 കൊല്ലമായി. ഇപ്പോൾ അവർ തന്നെ ഏറ്റു പറയേണ്ടല്ല, അതെല്ലാം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായിരുന്നു കേക്കുമായിട്ട് വന്നത്. ഇനി ആര് കേക്കും കിരീടമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ പറഞ്ഞല്ലോ. ഞങ്ങളത് പറയാൻ കാര്യം, രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുക. 834 സംഭവങ്ങളാണ് കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കുന്നത്. എത്ര വൈദികരാണ് ജയിലിലുള്ളത്? എങ്ങനെയാണ് സ്റ്റാൻ സ്വാമിയെ കൊന്നത്? ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ വന്ധ്യവയോധികനായ പാർക്കിൻസൺ ഡിസീസ് ബാധിച്ച ഒരു ഗ്ലാസ് വെള്ളം 2 കൈവച്ചും ചേർത്ത് കുടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിലറയ്ക്കുള്ളിൽ ചങ്ങലക്കിട്ട് ഒരു സ്ട്രോ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. പ്രായമുള്ള ഒരാൾക്ക് കൈ 2 ചേർത്ത് പിടിച്ച് ഗ്ലാസ് പിടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിലിലിട്ട് കൊല്ലുന്നത്. അത് ചെയ്ത ഭരണകൂടമാണ്. രാജ്യവ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസാമിൽ, മധ്യപ്രദേശിൽ, ഒഡീഷയിൽ, ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ വ്യാപകമായി ചെയ്യാണ്. സഭാവസ്ത്രങ്ങൾ അണിഞ്ഞ് കന്യാസ്ത്രീയന്മാർക്കോ അച്ഛന്മാർക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് രാജ്യത്തുടനീളം. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ അരമനയിൽ പോയി ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവരാണോ ജാമ്യം കൊടുക്കുന്നത്? ഇവരുടെ സർക്കാരല്ലേ ഇവരെ ജയിലിലാക്കിയത്. അവർ ശക്തിയായി എതിർത്തിട്ട് ഇല്ലാത്ത കേസ് അവരുടെ തലയിൽ കെട്ടിവെച്ച് NIA കോടതിയിലേക്ക് വിടണം എന്ന് ഗവൺമെൻറ്റല്ലേ ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഇവർ ഈ പറയുന്നതിന് എന്താ അർത്ഥം? ഇപ്പോൾ കൈ മലത്തി കാണിക്കുക കേക്കുമായിട്ട് പോയ ആൾ.